So അടുത്ത നമ്മൾ ഫൈനൽ മൊഡ്യൂൾ ആണ് പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് മൊഡ്യൂൾ 6. മൊഡ്യൂൾ 6 ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മാസ് മൂവ്മെന്റ്. മാസ് മൂവ്മെന്റിലെ ലാൻഡ് സ്ലൈഡ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. വാട്ട് ഈസ് മാസ് മൂവ്മെന്റ്? പെട്ടെന്ന് ഒരു ഹെവി മാസ് ഓഫ് മണ്ണ് അല്ലെങ്കിൽ കല്ല് ഓർ ഇപ്പം എന്തുവാണ് ആർട്ടിക് സോണിലാണെങ്കിൽ ഐസ്, ഇതൊക്കെ വലിയ കൂമ്പാരമായിട്ട് പെട്ടെന്ന് സഡൻ ആയിട്ട് ഇളകി വരുന്നത് അല്ലെങ്കിൽ മൂവ് ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ മാസ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സി ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ടെക്ടോണിക് പ്ലേറ്റ്സ് ഒക്കെ കണ്ടിന്യൂസ്ലി ഇൻ മോഷൻ ആണ്. ബട്ട് ഡ്യൂ ടു സം അൺഎക്സ്പെക്റ്റഡ് റീസൺസ് ഓർ ഡ്യൂ ടു സം അൺഎക്സ്പെക്റ്റഡ് ഫോഴ്സസ് പെട്ടെന്ന് സഡൻ ആയിട്ടായിരിക്കും വലിയൊരു മാസ് അവരുടെ ഏതിലാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് മാറിപ്പോകുന്നത്. അതിനാണ് നമ്മൾ മാസ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. യൂഷ്വലി അവർക്കൊരു വെർട്ടിക്കൽ ഡൗൺഗ്രേഡ് മൂവ്മെന്റ് ആയിരിക്കും ഈ മാസ് മൂവ്മെന്റ് ഒക്കെ കാണിക്കുന്നത്. So the movement of superficial masses have been termed in common language as landslides or landslips. നമ്മുടെ കോമൺ ലാംഗ്വേജ് ആണ് ഈ ലാൻഡ്സ്ലൈഡ്സ് എന്ന് പറയുന്നത്. പക്ഷെ ടെക്നിക്കലി നമ്മൾ അതിനെ മാസ് മൂവ്മെന്റ് എന്നാണ് പറയുന്നത്. സോ അൺഎക്സ്പെക്റ്റഡ് എക്സ്റ്റേണൽ ഫോഴ്സസ് കാരണം അവരുടെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് ഒന്നുകിൽ എക്സ്ട്രീംലി സ്ലോ ആയിട്ട് അല്ലെങ്കിൽ സഡൻ ആയിട്ട് ദേ വിൽ കമൻസ് എ ഡൗൺഗ്രേഡ് മൂവ്മെന്റ് ആണ് ഓർ ഒരു വെർട്ടിക്കൽ സിങ്കിങ് ആയിരിക്കും ഉണ്ടാവുന്നത്. സോ ദീസ് ആർ സം പിക്ചേഴ്സ് ഷോയിങ് മാസ് മൂവ്മെന്റ്സ് ആണ്. മലേന്റെ ഇത്രയും ഭാഗം ഇടിഞ്ഞ് താഴേക്ക് വീണു, കണ്ടോ? നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മുടെ കേരളത്തിലെ ഫ്ലഡ് നടന്നപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടതായിരുന്നു ഇത് ലാൻഡ് സ്ലൈഡ്സ്. Now, what is the classification of mass movement ആണ്? So based on the type of failure നമുക്ക് മാസ് മൂവ്മെന്റ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് ഫ്ലോവേജ്, സ്ലൈഡിങ് ആൻഡ് സബ്സിഡൻസ്. ഫ്ലോവേജ് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലായി. ഓക്കെ, വിസ്കോസിറ്റി കുറഞ്ഞ് അല്ലെങ്കിൽ ആ മാസ് മൂവ്മെന്റ് ഏതിനാണോ സംഭവിക്കുന്നത് അതിന്റെ വിസ്കോസിറ്റി കുറയുമ്പോൾ അത് വെള്ളത്തിനെ പോലെ അല്ലെങ്കിൽ ലിക്വിഡിനെ പോലെ ഫ്ലോ ചെയ്തിട്ടായിരിക്കും വരുന്നത്. നമുക്ക് ഈ പടത്തിൽ കാണാം. ഫോർ എക്സാമ്പിൾ ഈ പടം നോക്ക്, ചെളിയാണ് മാസ് മൂവ്മെന്റ് ആയിട്ട് വന്ന് കിടക്കുന്നത്. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ ഫ്ലോവേജ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈ കല്ലും മണ്ണും ഒക്കെ ഫ്ലോ ചെയ്ത് ഒഴുകി വരുന്നതിനെയാണ് നമ്മൾ ഫ്ലോവേജ് എന്ന് പറയുന്നത്. By flowage it is understood that a downgrade movement of mass happens with no definite surface of failure. Since ഒഴുകി വരുന്നത് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ വിസ്കോസിറ്റി കുറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ഡെഫിനറ്റ് ഫെയിലിയർ പ്ലെയിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ദിസ് ഈസ് പ്രൈമർലി സീൻ ഇൻ ലൂസ്ലി പാക്ഡ് ഓർ അൺകൺസോളിഡേറ്റഡ് സോയിൽ ഓർ റോക്ക് ആയിരിക്കും. ഓക്കെ, സോ മെയിൻ കോസ് എന്തായിരിക്കും? ഡിസിൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ ഡീകേ കാരണമായിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത്. സോ ഈ ഫ്ലോവേജ് ടൈപ്പ് മെയിൻലി കാണുന്നത് മണ്ണിലാണ്. കല്ലൊരിക്കലും ഒഴുകി വരില്ല അല്ലേ. സോ ഈ ഫ്ലോവേജ് മെയിൻ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത് അൺകോമ്പാക്റ്റഡ് ആയിട്ടുള്ള സോയിലായിരിക്കും നമ്മൾ ഫ്ലോവേജ് കണ്ടുവരുന്നത്. ആൻഡ് see, rapid flowage, however, the movement of falling mass may be easily visible and the mass may travel a few meters or more. ഒരു ദിവസത്തിൽ ചിലപ്പോൾ കുറച്ച് മീറ്റേഴ്സ് മാത്രമായിരിക്കും ഈ ഫ്ലോവേജ് ഉണ്ടാവുന്നത്. ആൻഡ് നമുക്കിപ്പോൾ ഹ്യൂജ് മാസ് പെട്ടെന്നാണ് വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ വിസിബിൾ ടു അവർ നേക്കഡ് ഐസ്. രണ്ടാമത്തെ എന്താണ്? സ്ലൈഡിങ് ആണ്. ഓക്കെ, a true landslide is type of mass failure in which a superficial mass fails by moving as a whole ആണ്. ഒരു പീസ് അതേപടി സ്ലൈഡ് ചെയ്താണ് വരുന്നത്. സോ ഈ സ്ലൈഡിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് determine the failure plane. നമുക്ക് ഫെയിലിയർ പ്ലെയിന് കാണാൻ പറ്റും. ഏത് പ്ലെയിനിൽ കൂടിയാണ് സ്ലൈഡിങ് നടന്നതെന്ന് വിസിബിൾ ആയിരിക്കും. നമ്മുടെ ഫ്ലോവേജ് പോലെ അല്ല. The surface of failure may be planar or semicircular in outline. It is often characteristic of a landslide that the mass above the failure surface is unstable, whereas the mass material lying below the surface is generally stable. അത് obviously അങ്ങനെ ആയിരിക്കുമല്ലോ. ഇത്രയും പോർഷനിൽ
ഒരു മാസിൽ വീക്ക് ആയിട്ട് അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ള പോർഷൻ ആയിരിക്കില്ലേ സ്ലൈഡ് ചെയ്ത് പുറത്തേക്ക് വരുന്നത്. സോ ബാക്കി റിമൈനിങ് എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും. In unconsolidated deposits, loose inherently weak rocks masses slide commonly takes place along a curved shear faces. Okay, സ്ലൈഡിങ് നമുക്ക് റോക്സിൽ കാണാൻ പറ്റും. ഓക്കെ, വീക്ക് റോക്ക് മാസസ് അല്ലെങ്കിൽ ക്രാക്സോ ജോയിന്റ്സോ ഒക്കെ എക്സസീവ് ആയിട്ട് ഉള്ള റോക്ക് പോർഷൻ ആയിരിക്കും പെട്ടെന്ന് ഈ സ്ലൈഡ് ചെയ്ത് വരുന്നത്. നമുക്ക് ഈ പിക്ചറിൽ നല്ലോണം കാണാം. ഇഫ് ദിസ് ഇസ് ദ ഫെയിലിയർ മാസ് ആൻഡ് ദിസ് ഇസ് ദി ഫെയിലിയർ plane. But when the mass involved is hard, brittle and coherent, such as massive rock, shear forces are broadly planar in nature. In such a case, a set of joint planes or bedding fault planes may be the convenient natural planes of failure. ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ വീക്ക് റോക്ക് ആണെങ്കിൽ ഒരു ഷിയർ ഉണ്ടാവുമ്പം ആ ഒരു ഷിയർ ഏത് പ്ലെയിനിലാണോ ഉണ്ടായത് ആ പ്ലെയിൻ വഴി ആയിരിക്കും സ്ലൈഡിങ് ഉണ്ടാവും. പക്ഷെ ഒരു ഹെവി മാസ് റോക്ക് ഒക്കെ ആണെങ്കിൽ മെയിൻ ആയിട്ട് ഫോൾസോ ജോയിൻസോ ഉള്ള പ്ലെയിനിൽ കൂടി ആയിരിക്കും സ്ലൈഡിങ് ഉണ്ടാവാനുള്ള ടെൻഡൻസി കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, പിന്നെ വരുന്നത് സബ്സിഡൻസ് ആണ്. വാട്ട് ഈസ് മെന്റ് ബൈ സബ്സിഡൻസ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് സിങ്കിങ് ഓർ സെറ്റിലിംഗ് ഓഫ് ദ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പെട്ടെന്ന് നിൽക്കുന്ന സ്ഥലത്ത് നമ്മുടെ ലാൻഡ് കുഴിഞ്ഞങ്ങ് താഴേക്ക് വീണു പോകും. ഓക്കെ, അതിനെയാണ് നമ്മൾ സബ്സിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് എ വെർട്ടിക്കൽ ഡൗൺവേർഡ് ഡിറക്ഷൻ മൂവ്മെന്റ് ആണ്. ഓക്കെ, സബ്സിഡൻസ് മെജോറിറ്റിയും ഒരു വെർട്ടിക്കൽ ഡൗൺവേർഡ് മൂവ്മെന്റ് ആണ്. ആൻഡ് വിച്ച് മേ ഒക്കർ ബിക്കോസ് ഓഫ് റിമൂവൽ ഓഫ് നാച്ചുറൽ സപ്പോർട്ട്. ഓക്കെ, ആ ലാൻഡിന്റെ അണ്ടർഗ്രൗണ്ടിലുള്ള നാച്ചുറൽ സപ്പോർട്ട് പോകുമ്പോഴാണ് നമ്മൾ ഈ സബ്സിഡൻസ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ബേസ്ഡ് ഓൺ ദ മൂവ്മെന്റ് ഇൻവോൾവ് നമുക്ക് ലാൻഡ് സ്ലൈഡിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ആസ് ട്രാൻസ്ലേഷണൽ ലാൻഡ് സ്ലൈഡ്സ്, റൊട്ടേഷണൽ ലാൻഡ് സ്ലൈഡ്സ് ആൻഡ് റോക്ക് ടോപ്ലിംഗ് ഫോൾസ്. ട്രാൻസ്ലേഷണൽ ലാൻഡ് സ്ലൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ മാസ് മൂവ്മെന്റ് നടക്കുന്നത് ഒരു ട്രാൻസ്ലേഷണൽ മോഷനിലായിരിക്കും നടക്കുന്നത്. ഓക്കെ, the surface of failure is generally planar in character and the speed of the failure is quite rapid. ഒരു ട്രാൻസ്ലേഷൻ മോഷൻ ആയിരിക്കും and also the failure speed is quite rapid. The nature of the mass involved in falling may be rock blocks അഥവാ rock slabs ആയിരിക്കും. ഒരു വലിയ റോക്ക് ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു വലിയ റോക്ക് സ്ലാബ് ആയിരിക്കും ഇളകി വരുന്നത്. And these slides are quite frequent in slopes made up of rocks and cohesive soil. ഓക്കെ, മെയിൻ ആയിട്ട് ഈ ട്രാൻസ്ലേഷൻ സ്ലൈഡ്സ് നമുക്ക് കാണാൻ പറ്റുന്നത് സ്ലോപ്സിലായിരിക്കും. ഓക്കെ, സ്ലോപ്പിന്റെ ഇൻസ്റ്റെബിലിറ്റി കാരണമായിരിക്കും കൂടുതലും ഈ ട്രാൻസ്ലേഷണൽ സ്ലൈഡ്സ് ഉണ്ടാവുക. Now coming on to rotational slides. Rotational slides-ല് failure plane എപ്പോഴും ഒരു curved portion ആയിരിക്കും ഉണ്ടാവുക. Okay, the failure surface is generally curved in character and speed of failure is also quite rapid. അതിന്റെയും സ്പീഡ് കുറച്ച് റാപ്പിഡ് ആയിരിക്കും. And because of the nature of failure surface, the movement of the mass takes the form of sort of rotation rather than translation. ട്രാൻസ്ലേറ്റ് ആയിട്ടല്ല മൂവ് ചെയ്ത് വരുന്നത്, കാരണം കർവ്ഡ് സർഫസ് ആണ് ഫെയിലിയർ പ്ലെയിൻ. അതുകൊണ്ട് തന്നെ അതിന്റെ മൂവ്മെന്റ് കുറച്ച് റൊട്ടേഷണൽ മൂവ്മെന്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. The material involved in the failure tilts downward at the rear end and heaves up at the front or toe. Okay, ടോയിന്റെ അവിടെ എത്തുമ്പോഴേക്കും ഇത് കുമ്മ കൂടുകയാണ് ചെയ്യുന്നത്. റൊട്ടേഷൻ മൂവ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഒരേപോലെ ഇറങ്ങി ഇങ്ങ് വരില്ല. പകരം എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ ടോയിന്റെ അവിടെ ഇപ്പം ഇതാണ് ടോപ്പ് പോർഷൻ എങ്കിൽ ഈ ടോപ്പ് പോർഷൻ മൊത്തം ഈ ടോയിന്റെ അവിടെ കുന്നുകൂടി നിൽക്കാനാണ് സാധ്യത കൂടുതൽ. ട്രാൻസ്ലേഷനിൽ എങ്ങനെയാണ് ഈ ഫുൾ പീസ് ഒരേപോലെ ഇറങ്ങി ഇങ്ങ് വരുവാണ് ചെയ്യുന്നത്. പക്ഷെ റൊട്ടേഷനില് ഈ ടോപ്പ് പോർഷനിലെ സാധനം will have a tendency to heave at the toe or front of the failure plane. പിന്നെ വരുന്നത് റോക്ക് ടോപ്ലിംഗ് ആൻഡ് ഫോൾസ് ആണ്. ഇത് നമുക്ക് പേര് തന്നെ മനസ്സിലാവും. ഇപ്പം സ്ലോപ്സിന്റെ മേളിൽ നിന്ന് ഇപ്പൊ കല്ല് വെതർ ചെയ്ത് പിളകിയിരിക്കുവാണ്. സം എക്സ്റ്റേണൽ ഫോഴ്സസോ അല്ലെങ്കിൽ ഷേക്കിങ്ങോ ഉണ്ടാവുമ്പോ എന്താ സംഭവിക്കുക, ഈ വീക്ക് ആയിട്ടിരിക്കുന്ന കല്ലുകളൊക്കെ ഇളകി വീഴും.
ഓക്കെ. ആൻഡ് സ്ലോപ്പിന്റെ മേളിലാണ് ഈ കല്ല് ഇളകി വീഴുന്നതെങ്കിൽ അണ്ടർ ദി ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി കല്ല് ഉരുണ്ട് വന്ന് താഴേക്ക് എത്തും. അതിനാണ് റോക്ക് ടോപ്ലിംഗ് എന്ന് പറയുന്നത്. അതൊരു മാസ് മൂവ്മെന്റ് ആയിട്ടല്ല വരുന്നത്, പകരം കുറെ കല്ലുകള് പൊട്ടി മാറി ഉരുണ്ടായിരിക്കും വരുന്നത്. These are grouped along with slides, although they may be little or no sliding is involved. Sliding നമുക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. Okay, since they are commonly associated or accompanied with landslides, they are being added in mass movement. Okay, ഇത് നമുക്ക് മാസ് മൂവ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം എന്താണ്, കുറച്ച് അല്ലെങ്കിൽ കല്ലുകൾ ഉരുണ്ട് വരുന്നതാണ്. പക്ഷെ ചിലയിടത്ത് ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാകുന്നത് കാരണമായിരിക്കും ഈ വേറൊരു പോർഷനിൽ റോക്ക് വീക്ക് ആയിട്ട് ഇളകി ഉരുണ്ട് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ മാസ് മൂവ്മെന്റിന്റെ അകത്ത് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. They are essentially a slope failure phenomena. In the falls, there is almost a free and sudden, fast descent from the steep slope. And these conditions are favored for this type of failure is weathering of rock. Main ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ weathering of rocks ന്റെ എക്സ്ട്രീം കണ്ടീഷനിൽ ഇരിക്കുമ്പോഴാണ് ഈ റോക്ക് ടോപ്ലിംഗ് ആൻഡ് ഫോൾസ് ഉണ്ടാവുന്നത്. Now moving on to causes of mass movement. Okay, മാസ് മൂവ്മെന്റിന്റെ കോസ്റ്റ് നമുക്ക് രണ്ടായിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും, ഇന്റേണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും. വാട്ട് ആർ ദി ഇന്റേണൽ ഫാക്ടേഴ്സ്? ദീസ് includes such causes which tend to reduce the shear strength of soil. Okay, soil അല്ലെങ്കിൽ റോക്കിന്റെ ഷിയർ സ്ട്രെങ്ത്തിനെ കുറയ്ക്കുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് nature of slope എടുത്തു നോക്കാം. Okay, a great majority of mass failures are confined to slope only. It is reasonable to conclude that nature of slope may be a deciding factor in defining the stability of land mass. അല്ലേ, നമ്മൾ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലേ? ഇക്വിലിബ്രിയം ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഇന്റേണൽ ഫോഴ്സസ് കാരണം ആംഗിൾ ഓഫ് റീപോസിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായാൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദ സ്ലോപ്പ് വിൽ ലൂസ് ഇറ്റ്സ് സ്റ്റെബിലിറ്റി ലീഡിങ് ടു ലാൻഡ് സ്ലൈഡ്സ് ഓർ മാസ് മൂവ്മെന്റ് ആണ്. എന്തുകൊണ്ടാണ് മാസ് മൂവ്മെന്റിലേക്ക് വരുന്നത്? ആംഗിൾ ഓഫ് റീപോസ് മാറുമ്പോൾ എന്താ സംഭവിക്കുക? സ്റ്റെബിലിറ്റി എങ്ങനെയാണ് മാറുന്നത്? ആ സ്ലോപ്പ് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ ഷിയർ സ്ട്രെങ്തിനെ എഫക്ട് ചെയ്യും. ഷിയർ സ്ട്രെങ്തിനെ എഫക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ മാസ് മൂവ്മെന്റ് ഉണ്ടാവുന്നത്. ഓക്കെ, any mass forming a slope is subjected to two types of forces. First force endana, the strength by virtue of which it can retain the soil mass in stable position, that is shear strength of soil. Second one endana, those forces which tend to induce failure into it. Okay, so slope il main aayittu rendu forces aanu ullathu. One shear strength of soil, രണ്ടാമത്തേത് the forces which tend to reduce the shear strength of soil ആണ്. So നമ്മൾ GT-യിൽ പഠിച്ചിട്ടുണ്ട്, shear strength of soil is given by C plus sigma tan phi. Z എന്ന് പറയുന്നത് cohesion ആണ്, sigma എന്ന് പറയുന്നത് normal stress ആണ്, and phi എന്ന് പറയുന്നത് internal angle of friction ആണ്. സോ എന്തെങ്കിലും ഫോഴ്സസ് കാരണം ഈ ഇന്റേണൽ ആംഗിൾ ഓഫ് ഫ്രിക്ഷനെയോ കൊഹഷനെയോ ഇഫക്റ്റ് ചെയ്യുമ്പോഴാണ് ഷിയർ സ്ട്രെങ്തിനും ചേഞ്ച് ഉണ്ടാവുന്നത്. Okay, among the forces that tend to induce failure in masses, the most important is the pull due to gravity. Okay, so ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഷിയർ സ്ട്രെങ്ത് കുറയ്ക്കാൻ കുറെ ഫോഴ്സസ് സ്ലോപ്പിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രാവിറ്റി ആണ്. ഗ്രാവിറ്റി വിൽ ഹാവ് എ ടെൻഡൻസി ടു pull the material downwards. Okay, സ്ലോപ്പ് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ മെറ്റീരിയലിനെ താഴേക്ക് വലിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. When forces tending to induce failure is greater than the shear strength of soil, the mass becomes unstable. So ഈ രണ്ട് ഫോഴ്സസിന്റെ ഇടയ്ക്ക് ഒരു ബാലൻസ് ഉണ്ട്. ഓക്കെ, ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയില് നമ്മുടെ ഫെയിലിയർ കോസ് ചെയ്യുന്ന ഫോഴ്സിനേക്കാളും കൂടി നിൽക്കുവാണെങ്കിൽ നമുക്ക് ആ സ്ട്രക്ചർ അല്ലെങ്കിൽ ആ സ്ലോപ്പ് സ്റ്റേബിൾ ആണെന്ന് പറയാം. എപ്പോഴാണോ ഫെയിലിയർ കോസ് ചെയ്യുന്ന പാരാമീറ്റർ ഷിയർ സ്ട്രെങ്തിനേക്കാളും കൂടുന്നത് അപ്പോഴാണ് സ്ലോപ്പ് ഫെയിലിയർ ഉണ്ടാവുന്നത്.
സോ നമ്മൾ ഇനി എക്സാമിൻ ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലായിരിക്കും എന്താണ് ഫെയിലിയർ ഉണ്ടാക്കാനുള്ള, ദാറ്റ് ഈസ് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഷിയർ സ്ട്രെങ്ത്തിനേക്കാളും കൂടുന്നത് ഏത് സാഹചര്യങ്ങളാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സി, ഇതാണ് ഒരു സ്ലോപ്പ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഫോഴ്സസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും റിസോൾവ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. സോ റെസിസ്റ്റിംഗ്, ഓക്കെ, ദ ഫോഴ്സ് ദാറ്റ് റെസിസ്റ്റ് ദ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോഹസീവ് ഫോഴ്സ് ഇൻറ്റു ഏരിയ പ്ലസ് വെയിറ്റ് ഓഫ് ദി എൻറ്റയർ സ്ലോപ്പ് ഇൻറ്റു കോസ് ബീറ്റ ടാൻ ഫൈ. ഇത് സ്ട്രെസ് ആണ്. സോ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ത്രൂ ഔട്ട് ഞാൻ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് കോഷൻ ഇൻറ്റു ഏരിയ പ്ലസ് സ്ട്രെസ് ഇൻറ്റു ഏരിയ ടാൻ ഫൈ. സ്ട്രെസ് എന്ന് പറയുന്നത് എന്താ? ഇവിടെ നോർമൽ സ്ട്രെസ് ആണ്. ഇവിടെ ആക്ട് ചെയ്യുന്ന നോർമൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആണ്. ഓക്കെ, വെയിറ്റിന്റെ കോസ് കമ്പോണന്റ് ആണ് റെസിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് CA പ്ലസ് W കോസ് ബീറ്റ ടാൻ ഫൈ എന്ന് പറയുന്നത്. ആൻഡ് the forces which induce failure, ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്താണ്? വെയിറ്റിന്റെ സൈൻ ബീറ്റ കമ്പോണന്റ് ആണ്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദി ഫാക്ടർ ഓഫ് സേഫ്റ്റി? Factor of safety is always equal to the summation of resisting failures divided by the summation of inducing failure ആണ്. So factor of safety എപ്പോഴും greater than 1 ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് സ്ലോപ്പ് സ്റ്റേബിൾ ആണെന്ന് പറയാൻ പറ്റുന്നത്. Angle of repose നെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു. It is the angle at which the slope is stable. That is angle of repose എന്ന് പറയുന്നത്. It is the angle at which the forces resisting the failure and forces inducing the failure is balanced or an equilibrium is achieved. അതിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറയുന്നത്. സോ ആംഗിൾ ഓഫ് റിപ്പോസിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറയുന്നത് ഓരോ മെറ്റീരിയലിനും ഓരോന്നായിരിക്കും. ഓക്കെ, and it varies from 35 degree for unconsolidated sediments to 90 degree for perfectly crystalline unjointed rocks. So perfectly crystalline ഒരു ക്രാക്സും ഇല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിപ്പോസ് നമുക്ക് 90 ഡിഗ്രി വരെ പോവാം. ആൻഡ് ഇപ്പം കുറച്ച് ജോയിന്റും ക്രാക്സും ഒക്കെ ഉണ്ടെങ്കിൽ ആംഗിൾ ഓഫ് റിപ്പോസിന്റെ വാല്യൂ 60 to 90 ഡിഗ്രി വരെ പോവാം. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഫോഴ്സസ് ദാറ്റ് ഇൻഡ്യൂസസ് ഫെയിലിയർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് മെയിൻ ആയിട്ട് വരുന്നത്. സോ ഏതൊക്കെ സാഹചര്യത്തിലാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിലിനേക്കാളും കൂടുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് കേസ് നമുക്ക് പറയാൻ പറ്റുന്ന എന്തായിരിക്കും? ഓക്കെ, നമുക്കെന്നാ ഇത് നോട്ടിലുള്ളതുപോലെ പോവാം. റോൾ ഓഫ് വാട്ടർ. സി, both surface and subsurface water has an important role in causing movement ആണ്. നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഒത്തിരി കൂടിയാൽ എന്താ സംഭവിക്കുക? നമ്മുടെ സോയിൽ will get saturated through capillary action അല്ലേ? ഗ്രൗണ്ട് വാട്ടർ ടേബിളിന്റെ മേളിലെ കുറച്ച് ഫ്യൂ മീറ്റേഴ്സ് കാപ്പിലറി സോൺ ആണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു സെക്കൻഡ് മോഡ്യൂളിൽ. സോ ഗ്രൗണ്ട് വാട്ടർ ടേബിളിന്റെ മേളിലേക്ക് കയറുമ്പോൾ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ കാപ്പിലറി സാച്ചുറേഷൻ ഉള്ള ടെൻഡൻസി ഒത്തിരി കൂടും. ഇനി ഈ വോയിഡ്സിലൊക്കെ നമ്മുടെ വെള്ളം കയറിയിരുന്ന എന്താ സംഭവിക്കുക? വെയിറ്റ് ഒത്തിരി കൂടും അല്ലെ? വെയിറ്റ് കൂടെ എന്താ സംഭവിക്കുക? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടും. സോ ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിലിനേക്കാളും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടിയാൽ എന്താ സംഭവിക്കുക? മാസ് മൂവ്മെന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് ഫസ്റ്റ് റോള് നമ്മൾ വാട്ടറിന്റെ. വാട്ടർ may reduce the shear strength of a rock or soil mass in a number of ways ആണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്താണ്? Water that penetrates the soil and rocks through seepage and moves into the pores of mass and they cause the development of uplift pressure or pore pressure. Okay, നമ്മുടെ പോഴ്സിനകത്ത് വെള്ളം കയറിയിരുന്നാൽ അപ്ലിഫ്റ്റ് പ്രഷർ കോസ് ചെയ്യും. ഈ അപ്ലിഫ്റ്റ് പ്രഷർ എന്താ ചെയ്യുന്നത്? സ്ലോപ്പ് സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നത് അണ്ടർ ഇറ്റ്സ് ഓൺ വെയിറ്റ് ആയിരിക്കും. സോ ആ വെയിറ്റിനെ ഇത് കൗണ്ടറാക്ട് ചെയ്യും. കൗണ്ടറാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ പുള്ള് കാരണം ഓക്കെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടല്ലേ അതിന്റെ വെയിറ്റ്. സോ വെയിറ്റ് ഒത്തിരി കൂടി നിൽക്കുവാണെങ്കിൽ ആ പുള്ളില് എല്ലാം ഇങ്ങ് പോരത്തില്ല. പക്ഷേ ഈ വെയിറ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് അപ്ലിഫ്റ്റ് പ്രഷർ ആക്ട് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക? നെറ്റ് വെയിറ്റ് കുറയും. നെറ്റ് വെയിറ്റ് കുറയുമ്പോൾ ഈ പുള്ള് കാരണം എന്താ മാസ് മൂവ്മെന്റ് ഉണ്ടാവും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വാട്ടർ അക്യുമുലേറ്റ്സ് അറ്റ് ദി ബാക്ക് ഓഫ് ദി മാസ് ആൻഡ് എക്സേർട്ട് എ പ്രഷർ. ഓക്കെ,
in the opposite direction of shear strength. മാസിന്റെ പുറകില് വെള്ളം അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷിയർ സ്ട്രെങ്ത് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും ഈ വെള്ളം ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴാണോ ഈ വെള്ളം എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഷിയർ സ്ട്രെങ്തിനെക്കാളും കൂടുന്നത്, അപ്പൊ എന്താ സംഭവിക്കുക? മാസ് മൂവ്മെന്റ് സംഭവിക്കാം. A still different way in which water may weaken the soil mass is through the repeated change of state with climate ആണ്. Okay, that is freezing and thawing action. നമ്മൾ പറഞ്ഞില്ലേ, ആ ഫ്രീസിങ് ആൻഡ് തോയിങ് ആക്ഷൻ എന്ത് ചെയ്യും? നമ്മുടെ സോയിലിന്റെ ഷിയർ സ്ട്രെങ്ത് കുറയ്ക്കും. അങ്ങനെയും മാസ് മൂവ്മെന്റ് സംഭവിക്കും. See, the frost action may be repeated again and again in cold humid region, resulting in the disintegration of the layers of soil rocks. Soil rocks disintegration പറ്റി എന്താ സംഭവിക്കുക? Obviously shear strength കുറഞ്ഞിട്ട് mass movement സംഭവിക്കും. And also water act as a lubricating agent. Okay, so ഈ സോയിലിന്റെ റോക്കിന്റെ ഇടയിലൊക്കെ വെള്ളം ഒത്തിരി നിറഞ്ഞാൽ ലൂബ്രിക്കേറ്റിംഗ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് ഷിയർ സ്ട്രെങ്ത് അല്ലെങ്കിൽ കോഹഷൻ കുറയ്ക്കും. ഓക്കെ, ദർ ഇസ് കോഹഷൻ ഓർ അഡ്ഹഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് അല്ലെ, ആൻഡ് ഓൾസോ ദർ ഇസ് സം ഇന്റേണൽ ഫ്രിക്ഷൻ ഉണ്ട്. സോ ഈ ഫ്രിക്ഷൻ മെയിൻ ആയിട്ട് വരുന്ന എപ്പോഴാണ്? റഫ് സർഫസ് ഉള്ളപ്പോഴാണ്. സ്മൂത്ത് സർഫസ് വരുമ്പോൾ ഇന്റേണൽ ഫ്രിക്ഷൻ കുറയും. സോ വെള്ളം കയറിയിട്ട് ഈ റഫ് സർഫസിനൊക്കെ സ്മൂത്ത് ആക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇന്റേണൽ ഫ്രിക്ഷൻ കുറഞ്ഞിട്ട് മാസ് മൂവ്മെന്റ് സംഭവിക്കാം. സോ അതാണ് വെള്ളം കാരണം സംഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഇൻ കേസ് മഴ പെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, അത് നമുക്ക് അല്ലെങ്കിൽ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട, അത് എക്സ്റ്റേണൽ ഫോഴ്സസിലാണ് വരുന്നത്. എന്തായാലും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ജസ്റ്റ് പറഞ്ഞു പോവാം. എക്സ്റ്റേണൽ ഫോഴ്സസിൽ നമുക്ക് വെള്ളം പറയാൻ പറ്റും. കാരണം മഴ പെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? മഴ പെയ്യുമ്പോൾ വെള്ളം ഒഴുകി പോവില്ലേ? അപ്പോഴും ഇതേപോലെ ഈ ഞാനിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്ത 4 പോയിന്റ്സ് അപ്പോഴും ഉണ്ടാവും. അങ്ങനെയും ലാൻഡ് സ്ലൈഡ്സ് സംഭവിക്കാം. Now coming on to composition of mass. ഓക്കെ, അൺകോമ്പാക്റ്റഡ് ആയിട്ടാണ് ഉള്ളത് എങ്കിൽ മാസ് മൂവ്മെന്റ് നടക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ഓക്കെ, ദെൻ കോഹസീവ് സോയിൽ. കോഹസീവ് സോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സോയിൽ പാർട്ടിക്കിൾസ് തമ്മിൽ നല്ല കോഹസീവ് ഫോഴ്സ് ഉള്ളതിനാണ് നമ്മൾ കോഹസീവ് സോയിൽ. എക്സാമ്പിൾ ക്ലേയും സിൽഡ കോഹസീവ് സോയിൽ ആണ്. ആൻഡ് കോഹസീവ് സോയിൽ ഇസ് മോർ സ്റ്റേബിൾ വെൻ കമ്പയർഡ് ടു നോൺ കോഹസീവ് സോയിൽ. നമ്മുടെ ഗ്രേവലോ സാൻഡോ ഒക്കെ ആണെങ്കിൽ അതിന് ഷിയർ സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും. കാരണം ഷിയർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? C + σ tan⁵. സോ നോൺ കോഹസീവ് സോയിൽ C0 ആയിപ്പോ, അപ്പൊ ഷിയർ സ്ട്രെങ്ത് കുറയുവാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ റോക്കിന്റെ കേസ് എടുക്കുവാണെങ്കിൽ സെഡിമെന്ററി മെറ്റാമോർഫിക് റോക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇഗ്നീഷ്യസ് റോക്കിനാണ് സ്ട്രെങ്ത് കൂടുതൽ. ഓക്കെ, സോ ഇറ്റ്സ് റെസിസ്റ്റന്റ് ടുവേർഡ്സ് മാസ് മൂവ്മെന്റ് ഇസ് മോർ. പിന്നെ വരുന്നത് ജിയോളജിക്കൽ സ്ട്രക്ചേഴ്സ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബെഡിങ് പ്ലെയിൻസ്. ബെഡിങ് പ്ലെയിൻസ് തന്നെ 2 കേസ് ഉണ്ട്, കേസ് 1 ആൻഡ് കേസ് 2. കേസ് 1 എന്താണ്? ഹൊറിസോണ്ടൽ ലെയേഴ്സ് ആണ്. സോ ഹൊറിസോണ്ടൽ ലെയേഴ്സിൽ ഡിപ്പ് ആംഗിൾ 0 ആണ്. സോ ഇവിടെ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവാനുള്ള എന്താ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ബട്ട് ലുക്ക് അറ്റ് ദ പിക്ചർ ബി. ഇവിടെ എന്താണ്? ഡിപ്പ് 0 അല്ല, ഇറ്റ്സ് വാല്യൂ ഇസ് ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 90 ഡിഗ്രി. സോ ഈ ഡിപ്പ് കാരണം എന്താ സംഭവിക്കുക? ഈ ഇൻക്ലൈൻഡ് ഡിപ്പ് കാരണം ഇറ്റ് ഹാസ് മോർ ടെൻഡൻസി ടുവേർഡ്സ് ലാൻഡ് സ്ലൈഡ്സ്. ഓക്കെ, cuts parallel to the dips of the rock are more safe and stable ആണ്. ഓക്കെ, ഡിപ്പിന് പാരലൽ ആയിട്ടാണ് ഇപ്പൊ റോക്കിന്റെ കട്ടൊക്കെ വരുന്നതെങ്കിൽ അത് കുറച്ചും കൂടി സേഫ് ആണ്. പക്ഷെ ഓൾറെഡി ഡിപ്പ് എന്ന് പറയുന്നത് ആ റോക്ക് ലെയർ ഇങ്ങനെയാണ്, അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് കട്ട് വരുന്നത് എങ്കിൽ ഇറ്റ് ഈസ് നോട്ട് സേഫ്. ഓക്കെ, മാസ് മൂവ്മെന്റിന് ടെൻഡൻസി കൂടുതലായിരിക്കും. പിന്നെ ഉള്ളത് മെറ്റാമോർഫിക് സ്ട്രക്ചേഴ്സ്. നമ്മൾ മെറ്റാമോർഫിസം പഠിച്ചപ്പോൾ പഠിച്ചതാണ് ഷിസ്റ്റോസിറ്റി, നെയ്സോസിറ്റി എന്നൊക്കെ പറയുന്നത്. അതൊക്കെ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ലെയറിംഗ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഷിസ്റ്റോസിറ്റി, നെയ്സോസിറ്റി എന്നൊക്കെ പറയുന്നത്. സോ സിൻസ് ലെയർ ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഇറ്റ് ഇസ് നോട്ട് എ ഹോൾ മാസ് അല്ലെ, ഒരു ഹോൾ യൂണിറ്റ് ആണെങ്കിലും ഡിഫറെന്റ് ലെയേഴ്സ് ഉണ്ട്. സോ എപ്പോൾ ലെയേഴ്സ്, ഇപ്പം
ഒരു 4 ലെയർ ഉള്ള റോക്ക് ബെഡും 2 ലെയർ ഉള്ള റോക്ക് ബെഡും എടുത്താൽ 2 ലെയർ ഉള്ള റോക്ക് ബെഡിനായിരിക്കും എന്താണ് സ്ട്രെങ്ത് കൂടുതൽ ഉണ്ടാവുക അല്ലേ. സോ ഈ സിസ്റ്റോസിറ്റി നേസോസിറ്റിയും വന്നാൽ മാസ് മൂവ്മെന്റിനുള്ള ടെൻഡൻസിയും കൂടുതലായിരിക്കും. പിന്നെ ജോയിന്റിങ് സ്ട്രക്ചേഴ്സ്, ഡിഫറെന്റ് ക്രാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് ക്രാക്സ് ഒക്കെ വീക്ക് സോൺസ് ആണ്. സോ പെട്ടെന്ന് തന്നെ എന്താ ഫർദർ ഇന്റേണൽ ഫോഴ്സസ് വന്നിട്ട് വെതറിങ് ആക്ഷനോ അല്ലെങ്കിൽ പ്രഷർ കാരണോ അൺലോഡിങ് കാരണോ ടെമ്പറേച്ചർ വേരിയേഷൻസ് കാരണോ ക്രാക്സിനെ വൈഡൻ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ക്രാക്സ് വൈഡൻ ചെയ്ത് ഒബ്വിയസ്ലി എന്താ മാസ് മൂവിനുള്ള ടെൻഡൻസിയും കൂടുതലായിരിക്കും. സോ നമ്മൾ ഇത്രയും നേരം നോക്കിയത് ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. ഇവിടുത്തെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നേരത്തെ പറഞ്ഞു മഴ ഒരു എക്സ്റ്റേണൽ ഫാക്ടർ ആണ്. പിന്നെ എർത്ത് ക്വേക്സ് ഉണ്ടാവുന്നത്, എർത്ത് ക്വേക്സ് കാരണവും ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവാറില്ലേ? ഉണ്ട്. പിന്നെ നമ്മൾ ഹെവി ബ്ലാസ്റ്റിങ്ങും ഹെവി മൈനിങ്ങും ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ എർത്തിന്റെ ഒരു നാച്ചുറൽ കമ്പോസിഷനെ ഡിസ്റ്റർബ് ചെയ്യുവാണ്. അങ്ങനെയും ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഡീഫോറസ്റ്റേഷൻ ആണ് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത്. കാരണം ഈ നേരത്തെ പോലെ ഫ്ലോയേജ് ഒക്കെ വരുന്നത് അത് മെയിൻ ആയിട്ട് എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ മരത്തിന്റെ റൂട്ട്സ് ഒക്കെ ഈ സോയിലിനെ ഒരുമിച്ച് പിടിച്ചു നിർത്തിയിട്ടുണ്ടാവും. നമ്മൾ ഡീഫോറസ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ ഒരു പിടുത്തം വിട്ടുപോവാണ്. അപ്പം ഒരു ഇച്ചിരി മഴ പെയ്താൽ തന്നെ എന്ത് സംഭവിക്കും, വലിയ വലിയ ലാൻഡ് സ്ലൈഡ്സ് സംഭവിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വൈബ്രേഷൻ ഫ്രം ആർട്ടിഫിഷ്യൽ ഓർ നാച്ചുറൽ ഫിനോമിനൻ, heavy blasting, earthquakes, removal of the support at the foot of the slope, deforestation, etc. are some of the external forces. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഈ മാസ് മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.